പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധന ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ താളം തെറ്റിക്കുന്നു. ഇന്ധനവില വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതമായി വരുന്നത് എല്ലാ രംഗത്തുമുള്ള വിലക്കയറ്റമാണ്. വാഹനങ്ങൾ ഓടാൻ ഇന്ധനം വേണം. അതിന് വില കൂടിയാൽ ചരക്കുകൂലി കൂടും. അത് എല്ലാ മേഖലകളിലും വിലക്കയറ്റം ഉണ്ടാക്കും. ഭക്ഷ്യവസ്തുക്കളും അവശ്യ സാധനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കേരളത്തെ വിലക്കയറ്റം വല്ലാതെ ബാധിക്കും. പാചകവാതക വില വർധന ഹോട്ടലുകളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. 1750 രൂപ വിലയിരുന്ന ഗ്യാസിന് 3131 രൂപയാണ് പുതിയ വില. സാധാരണ ചായക്കടയിൽ 10 രൂപയുണ്ടായിരുന്ന ചായക്ക് 15 രൂപയായി മാറും. ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാവുകയാണ്. കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന യൂണിയൻ സർക്കാർ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സാധാരണക്കാരിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നത്. ഇന്ധന വില വർധന വലിയ വരുമാന മാർഗമായി കാണുകയാണ് സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷമാണ് ഇന്ധന വില ഉയരാൻ കാരണമെന്ന് പറയുന്നു. എന്നാൽ മോദി സർക്കാരിന്റെ അമിതമായ അമേരിക്കൻ വിധേയത്വം നമ്മുടെ രാജ്യത്തിന് വിനയായി മാറുകയാണ്. ഇറാൻ, വെനിസ്വേല, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭ്യമാണെന്നിരിക്കെ ട്രംപിനെ പേടിച്ച് അതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് മോദി. ഇവിടെ കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കിയത് എന്തിനായിരുന്നു? പെട്രോൾ, ഡീസൽ വില വർധന ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക വരുമാനം ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് അന്ന്. എന്നാൽ ഇപ്പോൾ 8 രൂപയിലധികം പെട്രോളിന് വില വർദ്ധിച്ചപ്പോൾ സംസ്ഥാനത്തിന് ലഭിക്കുന്ന 1100 കോടിയിലേറെ രൂപ ഒഴിവാക്കി ജനങ്ങളെ സഹായിക്കണമെന്ന ആവശ്യം കേട്ട ഭാവം നടിക്കുന്നേയില്ല കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി സാക്ഷാൽ വി.ഡി. സതീശൻ.